UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ്റെ പ്രകടനം കൊണ്ട് വളരെയധികം ജനശ്രദ്ധ ആകർഷിക്കുകയും ജനങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിൽ ഒരു ഭരണം നടക്കുമെന്ന് ഒരു പ്രതീക്ഷ വരികയും ചെയ്തു. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ള ചില നിയമനങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് ചില തീരുമാനങ്ങൾ വലിയ തോതിൽ തിരിച്ചടിക്കുകയാണ്. അത് പലപ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പണ്ട് ചർച്ചകൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇതൊക്കെ തന്നെ. കാരണം ഈ കോൺഗ്രസ് ഭരണത്തിലെത്തി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കുറേ ആളുകൾ ചുറ്റും കൂടും, അവതാരങ്ങളെത്തും. ഈ അവതാരങ്ങൾ ഓടിക്കൂടി. ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തല്ലോ, ഈ പാർട്ടി വിട്ടുപോയ ആശാന്മാരെല്ലാം കൊണ്ട് തിരിച്ചു വരാൻ പോകും. ഇതുപോലെ ഈ അധികാരം എവിടെ ഉണ്ടോ അവിടെ നിൽക്കുന്ന കുറേ അധികാരമോഹി തമ്മിൽ ഇവർ ദല്ലാളന്മാരാണ് മത്സരിക്കുന്നത്. ഇവരെല്ലാം വന്ന് അവരടുത്ത് നിൽക്കും. ഇവരെല്ലാവരും ഇതിൻ്റെ ഫേസ്ബുക്കിൽ VD സതീശന് മറ്റേ ബൊക്കോണ്ട് കൊടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഞാനും VD സതീശനും മുഖ്യമന്ത്രിയും കൂടെ എന്ന് പറഞ്ഞ പടമിടും. ഇത് ഒരുപാട് പേരത്ത് കാശ് കൊടുക്കാനും തട്ടിക്കാനുള്ള പരിപാടി. അത് VD സതീശന് അറിയത്തില്ല. VD സതീശൻ അറിഞ്ഞുകൂടാന്നുള്ളത് വളരെ അത്ഭുതമാണ്. കാരണം അദ്ദേഹം ഇത്രയും വർഷം സീനിയറായിട്ടുള്ള വളരെ പ്രഗത്ഭനായ പല പ്രായോഗിക മതിയായ ഒരു രാഷ്ട്രീയ നിലയിൽ ഇത്തരത്തിലുള്ള കള്ളന്മാരെ അകറ്റി നിർത്താനുള്ളത് ശ്രദ്ധിക്കണം. അത് ഈ നിയമനങ്ങൾ ഇവരുടെ പ്രധാന ടാർഗറ്റാണ്. പ്രധാനമായും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നമുക്കറിയാം ഇപ്പോഴും എത്രയോ പേര് അവിടെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ മുന്നിൽ കൂടെ നമ്മൾ നടന്നു പോയാൽ അവിടെ കാണുന്നത് 10 പേരിൽ 4 പേര് പേഴ്സണൽ സ്റ്റാഫിൽ കയറാൻ നടക്കുന്നവരാണെന്ന് ഇടയ്ക്കാരോ തമാശ പറഞ്ഞിരുന്നു. മാധ്യമപ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ ഇടിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ ഇടിക്കുന്നത്. കുറെ പേര് എടുത്തു തോന്നുന്നു, എന്നാലും കുറെ പേര് എടുത്തു. അപ്പോൾ അവർ കുറെ പേര് അങ്ങനെ കയറുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വളരെ ഗൗരവമേറിയ ഒരു സംഭവമാണ്. അത് ഗൗരവമാണ്. കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതിൻ്റെ ഒരു തുടർച്ചയാണത്. കാരണം പല കോടതികളിലും പ്ലീഡർമാരില്ല എന്നുള്ളത് അത് ഇപ്പോഴും ഇടതുമുന്നണി നിയമിച്ച പ്ലീഡർമാർ അവിടെ ഇരുന്നുകൊണ്ട് ഉണ്ടാക്കിക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ്. ആലപ്പുഴ കോടതിയിൽ പോലും ആ രക്ഷാപ്രവർത്തനത്തിലുണ്ടായ അവർക്ക് ജാമ്യം കിട്ടിയതുപോലെ സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന CPM-ൻ്റെ സർക്കാർ വക്കീലുണ്ടായിരുന്നതാണ് ഒരു സത്യമാണത്. ഇതിപ്പോൾ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡറായിട്ട് KB പ്രദീപ് എന്ന് പറയുന്ന അഭിഭാഷകനെ നിയോഗിച്ചിരിക്കുന്നു. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഈ തസ്തിക ഇങ്ങനൊരു തസ്തിക നിലവിലില്ല. ആ ഒരു പുതിയ തസ്തിക ക്രിയേറ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോകും. ഉയർന്ന ശമ്പളത്തിലും പദവിയിലും. അതെ, എന്താണ് ഇതിനകത്തെ വിവാദം എന്നറിയാം. ഇതിനു മുമ്പ് സീനിയർ ഗവൺമെന്റ് പ്ലീഡർ എന്ന് പറഞ്ഞൊരു തസ്തിക മാത്രമേ ഉള്ളൂ. ഈ KB പ്രദീപിനെ നിയമിച്ചപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ശബരിമല സ്വർണ്ണ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലാണിത്. മാത്രം ഇദ്ദേഹം ആദ്യകാലങ്ങളിൽ ചർച്ചയ്ക്ക് വന്നതെന്നാണ് തോന്നുന്നത്. ചാനലിൽ ചർച്ചയ്ക്ക് വന്നു. ആ ചർച്ചയ്ക്ക് വന്ന് വിഡിത്തം വിളിച്ചു പറഞ്ഞാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഈ വിഷയങ്ങൾക്കകത്ത് ഇത്രയും അന്വേഷണ സംഘത്തിന് സഹായകമായ രീതിയിൽ ഈ ഒരുപാട് വിഷയങ്ങൾ പുള്ളി വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ചർച്ച ചെയ്യുന്നതെല്ലാം കൂടി ഇങ്ങനെ നിരപ്പാക്കി. അല്ല, മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, ഈ സർക്കാർ പ്ലീഡർമാരെ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ വക്കീലന്മാരെ നിയോഗിക്കുമ്പോൾ ഇവരിൽ എത്ര പേര് എക്സ്പീരിയൻസ്ഡ് ആണ്, കേസുള്ള വക്കീലാണെന്നുള്ള കാര്യം പലപ്പോഴും അന്വേഷിക്കാറുണ്ടോ? കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അന്ന് ആ നിയമവകുപ്പ് UDF ഭരിക്കുന്ന കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ പലതവണയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലായിരുന്നു. മാണി സാറാണല്ലോ അന്ന് നടന്ന ഒരുപാട് പ്ലീഡർ നിയമനങ്ങളെക്കുറിച്ച് വ്യാപകമായ അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇവർ പലരും അർഹരാണോ, ഇവർ അഴിമതിയിൽ കൂടെ അല്ലെങ്കിൽ പൈസ പണം വാങ്ങി നിയമനം നടത്തിയെന്ന് വ്യാപകമായി. കാരണം എന്താണെന്നറിയോ? എനിക്കറിയാം ഒരുപാട് BJP-ക്കാർ വക്കീലന്മാർ മാണി സാറിന്റെ കാലത്ത് ഇതുപോലെ പ്ലീഡർമാരായിട്ടുണ്ട്. BJP-ക്കാരായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിനകത്ത് ഈ പണം വാങ്ങിയുള്ള നിയമനം, അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഇതൊക്കെ പറയുന്ന സമയത്ത് അതിനകത്തും ഇതുപോലെ കുറെ പേര് കയറി പറ്റുന്നുണ്ട്. അതെന്താ വെച്ചാൽ നേതാക്കന്മാർ പണം മേടിച്ച് അവരെ ശുപാർശ ചെയ്യിക്കുന്ന ബോർഡ് വയ്ക്കാം. അപ്പൊ ഇതൊരു വലിയ ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഇത് ഇനിയുള്ള വക്കീലന്മാരെ, സർക്കാർ വക്കീലന്മാരെ നിയമിക്കുമ്പോഴൊക്കെ തന്നെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവർ ഒന്ന് അടിസ്ഥാനപരമായി ഇവർ കേസുള്ള വക്കീലന്മാരാണെന്ന് ആദ്യം അന്വേഷിക്കണം. പലപ്പോഴും സംഭവിക്കാറുള്ളത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ നല്ല കേസുള്ള വക്കീലന്മാരെ ഈ പണിക്കൊന്നും പോകില്ല. കാരണം അവർക്ക് സമയമില്ല. അവർ ഇതിനേക്കാൾ കാശ് ഇതുപോലെ വെള്ളാപ്പള്ളി നടേശന്റെ കേസ് വാദിക്കുന്ന വക്കീലിനെ എടുത്ത പ്ലീഡർ എങ്ങാണ്ടാക്കി ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇത് രണ്ടാമത്തെയാണ്. അപ്പൊ ഈ പ്രദീപ് എന്ന് പറയുന്ന വക്കീൽ ശരിക്കും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീലാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി സ്വർണം ഉരുക്കിയെടുത്തെന്ന് പറയുന്നത് ഇവിടെ നിന്നാണ്. അതിന് ഒത്താശ ചെയ്താണ്. അപ്പോൾ അങ്ങനെയുള്ള അവരെ ന്യായീകരിക്കാൻ വേണ്ടി ചാനൽ വന്ന ആളും കൂടെയാണ്. ആലോചിച്ചോണം, ആ ആളിനെ തന്നെ ദേവസ്വം ബോർഡിന്റെ അതേ സ്ഥലത്ത് എന്നിട്ട് അതിനെ ദേവസ്വം മന്ത്രി ന്യായീകരിച്ചിരിക്കുകയാണ്. അടിസ്ഥാനത്തുള്ള വക്കീൽ ഇങ്ങോട്ട് വന്നത് നല്ലതാണെന്ന് മാത്രമല്ല അവരുടെ ദൗർബല്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ കെ മുരളീധരൻ ദേവസ്വം മന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ അയാളെ വെച്ചത് അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഒരു വിവാദപരമായ ഈ ഒരു പ്രസ്താവനയിലൂടെ അത്ര പ്രസ്താവന സംസാരിക്കാൻ സൂക്ഷിക്കണം. അത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നമ്മൾ എതിർഭാഗത്ത് നിൽക്കുന്ന ആളിൻ്റെ ഇത്ര ഹാജരായാൽ ഇവിടെ ഒന്ന് വാദിക്കുക എന്ന് പറഞ്ഞാലേ അതൊരു. ഇതിപ്പം സണ്ണി ജോസഫ് മന്ത്രി പിന്നെ നിയമിച്ചു, വൈദ്യുതി മന്ത്രി,
അദ്ദേഹം അളിയനെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചു. വേറെ എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ തന്നെ നിയമിച്ചു. സാധാരണ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ഇയാളെ പേഴ്സണൽ സ്റ്റാഫ് ആക്കാം, ഏതെങ്കിലും ഒരു മന്ത്രി പറഞ്ഞിരുന്നല്ലോ. കെ സി ജോസഫ് വേറെ മന്ത്രിയുടെ സ്റ്റാഫിന്. അതെ, കെ ബാബുവും കെ സി ജോസഫും കൂടെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളെ വെച്ചു മാറിയിട്ടില്ല. ജോലി ചെയ്യുന്നത് രണ്ടുപേരെയും നിയമപരമല്ല, ഒഫീഷ്യൽ രേഖകളിൽ രണ്ടിടത്താണ്, പക്ഷേ ജോലി ചെയ്യുന്ന ഒപ്പം തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിഷയം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സണ്ണി ജോസഫിൻ്റെ വിഷയത്തിൽ അപ്പം തന്നെ ഇത് വിവാദമായി, ഇത് വലിയ പ്രശ്നമാകാനുള്ള കാര്യമൊന്നുമില്ല. അയാൾ ശരിക്കും പാർട്ടിക്കാരനാണ്, അർഹനാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും അതിനകത്തൊരു മാത്രമല്ല, ഇത്രയും വർഷം 10 വർഷം ദുർഭരണം നടത്തിയവരെ നാട്ടുകാർ അടിച്ചോടിച്ചിട്ടാണ് ഇവരെ ഭരണത്തിൽ കയറ്റിക്കണം. അതല്ലാതെ കോൺഗ്രസ്സുകാരോട് അധ്വാനിച്ചതിന്റെ ഫലമൊന്നും അല്ല ഇത്. ഒന്നുമല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ ജനങ്ങൾ നോക്കുന്നുണ്ട്. ഈ പണ്ടൊക്കെ ആൾ പത്രം വായിക്കലും ചാനൽ വാർത്ത കണ്ടൊക്കെ ഇത് അതിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അത്ര സജീവമാണ്. ഇവർ സെക്കൻഡുകൾക്കകം വ്യാപകമായ തോതിൽ ഇതിനെതിരെ പോസ്റ്റുകൾ അങ്ങനെ മാറ്റി. സണ്ണി ജോസഫിനെ അങ്ങനെ മാറ്റിയല്ലോ. എന്നാൽ ഈ പ്രദീപ് എന്ന് പറയുന്ന ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന ഈ അഭിഭാഷകനെ മാറ്റാൻ ഇവർക്ക് സാധിക്കുമോ? പക്ഷെ വലിയൊരു സംശയം ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. PD സതീശൻ സർക്കാർ അഴിമതി രഹിതം, അഴിമതി വിരുദ്ധം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എവിടെയൊക്കെയോ അഴിമതികൾ നടക്കുന്നുണ്ടോ? ചില ആളുകൾ ഇപ്പോഴും സേഫ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ്, എവിടെയൊക്കെയോ അഴിമതികൾ നടക്കുക. കാരണം ഈ അഴിമതികൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പറയാൻ കാരണം ഓരോ കോൺഗ്രസ് നേതാവ്, ഇപ്പൊ CPM കാര്യം പറഞ്ഞ പോലെ CPM എവിടെ ചെന്നാലും ഒരു കേന്ദ്രീകൃതമായിട്ടൊരു ഒരു പവറുണ്ട്. അവിടെ ഈ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഒന്നും ആള് ഇപ്പം ഒരു ലോക്കൽ സെക്രട്ടറിയുടെ കത്തും കൊണ്ട് അല്ലെ ഒരു ജില്ലാ സെക്രട്ടറി കത്തും കൊണ്ടൊന്നും പോയാൽ ഒരു കാര്യവും നടക്കില്ല. പക്ഷേ കോൺഗ്രസിൽ അതല്ല. കോൺഗ്രസിലെ ഓരോ നേതാക്കന്മാർക്കും ഓരോ സ്ഥലത്തും ഓരോ അസ്മാദികളുണ്ട്. മാത്രമല്ല ഒരു മന്ത്രിക്ക് വകുപ്പ് കിട്ടി അവന്റെ തറവാട്ട് പോയാണ്. പിന്നെ അതെ, നടത്താം. ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല അധികാരമേറ്റതിന് പിന്നാലെ നമ്മുടെ നാട്ടിൽ ചില ചോട്ടാ നേതാക്കന്മാർ ട്രാൻസ്ഫർ വേണോ, നിങ്ങൾക്ക് SP ആകണോ എന്ന് ചോദിച്ച് നടക്കുന്നവർ. അപ്പം ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഇവിടെ തലേന്ന് വരെ ഇതിലൂടെ ഒരു പണിയില്ലാതെ നടന്നവന്മാർ അവന്മാർ എന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി നേരിട്ട് ഓരോ ഉദ്യോഗസ്ഥരോട് നിങ്ങൾക്ക് SP ആണോ എന്നോട് പറഞ്ഞാൽ ഞാൻ റെഡിയാക്കി തരാം. തിരുവനന്തപുരം നഗരത്തില് ഇപ്പൊ എവിടെ നോക്കിയാലും കഥർധാരികളാണ് ഇവരെ നമ്മൾ കാണുന്നില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാരിറങ്ങി അവരുടേതായിട്ടുള്ള ഒരു അപ്പോൾ ഇതിനകത്ത് ഇത്തരം നിയമനങ്ങൾ നടക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹമായത് സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും അനധികൃത ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കേണ്ടത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയമവകുപ്പ് കോൺഗ്രസിനാണ്, മുഖ്യമന്ത്രിക്ക് തന്നെയാണുള്ളത്. അതെ, അതുകൊണ്ട് തന്നെ KPCC മുഖ്യമന്ത്രി തമ്മിൽ ഇക്കാര്യത്തിൽ കൃത്യമായ ഏകോപനം ഉണ്ടായില്ലെങ്കിൽ ചില മുഖ്യമന്ത്രി എല്ലാം അറിയണമെന്നൊന്നുമില്ല. അദ്ദേഹത്തിന്റെ കീഴുള്ള ഉദ്യോഗസ്ഥന്മാർ അതെങ്ങനെ KPCC പ്രസിഡന്റിന് സ്വന്തം അളിയനെ പിടിച്ചത്? KPCC പ്രസിഡന്റ് സ്വന്തം അളിയനെ നിയമിച്ച ആളാണ്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോട് പറയാൻ പറ്റും അല്പം കട്ടുപതിച്ചാൽ പിന്നെ അമ്പലവാസികൾ എല്ലാം കൂടെ ചെയ്യുമെന്ന് പറഞ്ഞ അവസ്ഥ. എന്താണെങ്കിലും നിയമവകുപ്പിന്റെ ഇപ്പൊ രാവിലെ തൊട്ട് ദേവസ്വം മന്ത്രി ചാനലുകളൊക്കെ കാണിക്കുന്നുണ്ട് ദേവസ്വം ബോർഡിന്റെ കാര്യം. ഇത് അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇതെന്തിനാണ് മുരളീധരന്റെ പടം എടുത്ത് വെച്ചിരിക്കുന്നത്? പ്ലീഡർ നിയമനത്തിൽ മുരളീധരൻ എന്താണ് കാര്യം? അപ്പോൾ കുറച്ച് കഴിഞ്ഞ് മുരളീധരൻ തന്നെ പറഞ്ഞു ഇത് എൻ്റെ വകുപ്പല്ല, നിയമവകുപ്പാണ്, നിയമവകുപ്പിൽ നിന്നാണ് നിയമനം നടക്കുന്നത്. അതിനകത്ത് ഞാൻ അറിഞ്ഞിട്ട് കൂടിയില്ല, അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തുറന്നു പറഞ്ഞു. പക്ഷേ അദ്ദേഹം അതിനുശേഷം പറഞ്ഞ ഈ ഒരു ഡയലോഗാണ്, പ്രതിസ്ഥാനത്തുള്ള വക്കീലിന്റെ കിട്ടിയ നന്നായി അവന്മാർ രഹസ്യങ്ങൾ. ഇവിടെ പ്രസക്തമായ കാര്യം മന്ത്രി ഷിബു ബേബിയുടെ കാര്യമാണ്. അദ്ദേഹത്തിന്റെ വകുപ്പിലെത്തേക്ക് ഒരു PR കഴിഞ്ഞ പിണറായി വിജയന്റെ അതിവിശ്വസ്തനെ എടുത്ത ഷിബു ബേബി ഇട്ടിരിക്കുകയാണ്. എനിക്കാളെ വേണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ട ഇയാളെ നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകുള്ളൂ. ഇത് ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൈരളി ചാനലിലുണ്ടായിരുന്ന ഒരാൾ VD സതീശനെ നുണേശൻ എന്ന് പറഞ്ഞ അയാളെ ഏതോ തന്ത്രപ്രധാനമായ പോസ്റ്റിൽ നിയമിച്ചിട്ട് പിന്നാണ് അറിയുന്നത് ഇയാളാണ് നുണേശൻ പ്രചാരണം നടത്തിയത്. അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് വേറെ എങ്ങാണ്ടോട്ട് മാറ്റി. ഇത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? എന്താണെങ്കിലും ശരി, അത് സെൻട്രലൈസ്ഡ് കോർഡിനേഷൻ, ഒരു കേന്ദ്രീകൃത ഏകോപനം എന്ന സംവിധാനം കോൺഗ്രസിൽ പണ്ടുമില്ല. ഇനിയെങ്കിലും, കാരണം കാലം മാറിയിരിക്കുന്നു. ഇത് കോൺഗ്രസിലെ പ്രശ്നം എന്ന് പറയാം, എന്തെങ്കിലും പറയുമ്പോൾ ഇത് കോൺഗ്രസ് അല്ലേ, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നേതാക്കന്മാർക്ക് പോലും ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ല, അങ്ങനെ മാറി ഇത് വേറൊരു പുതിയ രീതിയിലേക്ക്, പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി നമ്മൾ മാറുന്നു എന്നുള്ള ധാരണയെങ്കിലും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കണം. അതാണ് വേണ്ടത്. എന്താണെങ്കിലും ശരി, ഈ ഒരു നിയമനം ഇത് വളരെയധികം സസ്പീഷ്യസ് ആണ്, സംശയാസ്പദമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാണെന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. ആരുടെ ഇതിലാണ് ഇത് വന്നത്? ഇത് എങ്ങനെ ഇങ്ങനെ ഒരു നിയമന ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിച്ചു? കേരളം ഏറ്റവും ജാഗരൂകമായിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുടെ നാടാണ്. അവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക. മാധ്യമങ്ങൾ, അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങളെങ്കിലും നിങ്ങൾ ഭയക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു നിയമനത്തിനകത്ത് എന്താണെങ്കിലും ഇത് വിവാദമാകുന്ന പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം
എത്രയോ പാവങ്ങളെ പേരിൽ കള്ളക്കേസെടുത്ത് ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് അവരെ സർക്കാർ വക്കീലന്മാർ ഓരോ വാദമുഖങ്ങൾ ഉന്നയിച്ച് എത്രയോ പേരെ പെടുത്തിയിട്ടുണ്ട്. അതെ. അവരിൽ എത്രയോ പേര് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പോഴും ശ്രമിക്കുന്നവരുണ്ട് ആ കേസിൽ നിന്ന്. അതെ അതെ അതിനെങ്കിലും ആണ് എനിക്ക് തോന്നുന്ന അവസാനം ഇത് ഈ CPM തിരിച്ചു വരികയോ അല്ലെങ്കിൽ നിലവിലുള്ള ഈ പ്ലീഡർമാർ ഇതിനവിടെ തുടരുകയോ ചെയ്യുമെന്നൊരു സംശയം കണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വെച്ച് നോക്കും.